എന്നെ വേണ്ടാന്ന് പറഞ്ഞ അതേ ആളെ എന്റെ വീട്ടിൽ വന്നിട്ട് അവരെ ഫംഗ്ഷന് ഞാൻ ചുവന്ന കോട്ടിട്ടിട്ട് ഞാൻ വായിച്ചു തന്നു. എന്ത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. നമ്മൾ ആരെയും നമ്മൾ കക്കാനോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു പറിക്കാനോ ഒരു കൊലപാതകമോ അങ്ങനെയൊന്നല്ലല്ലോ നമ്മൾ ചെയ്യണം. രണ്ടായിരത്തി 19 ഡോക്ടർ അംബേദ്കർ 35ാമത് ബെസ്റ്റ് എക്സലൻസി നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് കേരള സ്റ്റേറ്റിൽ ഒരാൾ എനിക്ക് എന്റെ പേരുണ്ടായിരുന്നു. എല്ലാവരും കണ്ടാൽ തെറ്റിദ്ധരിക്കും ഇത് മീനിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. സത്യത്തിൽ അതല്ല സംഭവിച്ചത്. രാവിലെ തന്നെ വലയിടാൻ ഇറങ്ങും. ആ സമയത്ത് ഇടവേളകളിൽ സാക്സോഫോൺ പഠിച്ചെടുത്തതാണ്. ആ സാക്സോഫോൺ പഠിച്ചെടുത്തതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥ തേടിയാണ്, ഇല്ലെങ്കിൽ ആ കഥയാണ് ഒരുപക്ഷെ കിഷോർ കുമാറിന്റെ അടുത്ത് നമ്മളെ എത്തിച്ചേക്കുന്നത്. കിഷോർ കുമാർ ഏട്ടൻ മീൻ പിടിക്കുന്നതിന്റെ ഇടവേളകളിൽ പുലർച്ചെ ഇറങ്ങും വലയിടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടവേളകളിൽ സാക്സോഫോൺ പ്രാക്ടീസ് ചെയ്യും. കാരണം വർക്കുള്ള ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ അത് ശീലമാക്കി. ആദ്യമൊക്കെ ആൾക്കാർക്കൊരു അത്ഭുതമായിരുന്നു, ചിലരൊക്കെ നെറ്റി ചൊളിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി മ്യൂസിക്കിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന കിഷോർ കുമാർ ഏട്ടൻ ഇത് ഇവിടെ ചെയ്തില്ലെങ്കിലാണ് അത്ഭുതം എന്നുള്ളതും, ഇല്ലെങ്കിൽ അങ്ങനെയാണ് ശരിക്കും വേണ്ടതെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഇതെങ്ങനെയാണ് ഈ സാക്സോഫോൺ പഠിച്ചെടുക്കുന്നത്? ഇത് ആക്ച്വലി ഞാനൊരു 27 വർഷമായിട്ട് തബല വായിക്കുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ പ്രോഗ്രാം കോർഡിനേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാക്സോഫോൺ വായിക്കുന്ന ഒരു മഹത് വ്യക്തിയെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഏൽപ്പിക്കുകയും അദ്ദേഹം നേരം വൈകി വരികയും ഇത് ലക്ഷങ്ങൾ വിലയുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, ആരോട് വെച്ചിട്ട് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു വിടാതിരിക്കാനായിട്ട് ചെയ്താന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അയൽവക്കക്കാരുടെ അടുത്തൊക്കെ നമ്മളെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വേദന തോന്നി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ ഇത് പഠിക്കാമല്ലോ, ഇത് അത്ര വലിയ സംഭവമാണോ എന്നുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഇതൊരു സംഭവം തന്നെയാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങുകയും അപ്പൊ അന്നേരം ആളോട് പറഞ്ഞു ഞാനിത് പഠിക്കാന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു അങ്ങനെ ഇത് പഠിക്കുകയാണെങ്കിൽ നീ ഇത് പഠിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എന്റെ ഒരു വിരൽ മുറിച്ചെരുന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു വാശി കയറി അങ്ങനെ ഇത് സ്വന്തമായി മേടിച്ചു. ഒത്തിരി പേരെടുത്ത് സഹായം ചോദിച്ചു പോയി, ആരും സഹായിച്ചില്ല. അങ്ങനെ ഒരു അപ്പുചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്കിത് ആദ്യമായിട്ട് വായിക്കാൻ തന്നത്. അന്നേരം അത് വായിക്കാൻ തന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് അടുക്കളയിലുണ്ടായിരുന്നു. അപ്പൊ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, കിഷോർ ഇത് മുൻപ് വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിൽ വന്ദേമാതരായിരുന്നു അന്ന് വായിച്ചത്. അപ്പൊ ചേച്ചി പറഞ്ഞു ഇതൊരെണ്ണം എടുത്തോ, ഇതുകൊണ്ട് രക്ഷപ്പെടുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് കടക്കണത്.